പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതി ബുധനാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 50-ാമത്തെ വാക്യം. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നാം മനസ്സിലാക്കാതെ ഒരു വലിയ സത്യം നമുക്ക് മുമ്പിൽ വെളിപ്പെടാറുണ്ട്. ഒരു സാധാരണ വാക്കുപോലും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമാകാറുണ്ട്. ഇന്നത്തെ വചനമായ യോഹന്നാൻ 11:50 ഈ വാക്കുകൾ പറഞ്ഞ കയ്യാഫാവ് യേശുവിനെ ഇല്ലാതാക്കുവാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ദൈവം ആ വാക്കുകളെ മനുഷ്യരാശിയുടെ രക്ഷയുടെ ഒരു പ്രവചനമായി മാറ്റി. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, ഒരാളുടെ ബലിയാണ് അനേകരുടെ രക്ഷ. കയ്യാഫാവ് ഈ വാക്കു പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ പദ്ധതി അറിയാതെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം അതിലുപരി ആഴമുള്ളതായിരുന്നു. മനുഷ്യൻ കുതന്ത്രം ആലോചിച്ചാലും ദൈവം രക്ഷയുടെ വഴിയാണ് തീർക്കുന്നത്. യേശു ക്രിസ്തു ഒരാളായി മരിച്ചെങ്കിലും അവൻ്റെ ബലി ലോകമൊട്ടുക്കും രക്ഷയായി മാറി. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ സത്യമാണ് ഒരു വ്യക്തിയുടെ ത്യാഗം അനേകരുടെ ജീവന്റെ കാരണമായി മാറുന്നു. സെന്റ് അത്തനേഷ്യസ് എന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്നു, ദൈവപുത്രൻ മനുഷ്യനായി, മനുഷ്യൻ ദൈവത്തിൽ ജീവിക്കുവാൻ. ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ മരണം ഒരു പരാജയമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഉയർച്ചയുടെ തുടക്കമാണ് എന്നതാണ്. അതുപോലെ ക്രൂശ് തോൽവിയുടെ ചിഹ്നമല്ല, അത് സ്നേഹത്തിൻ്റെ വിജയ പതാകയാണ്. അതുകൊണ്ട് ക്രൂശ് നമുക്ക് വേദനയുടെ അടയാളമല്ല, സ്നേഹത്തിൻ്റെ പരമാവധി പ്രകടനമാണ്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ? യേശു നമ്മെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥതയിലല്ല, ത്യാഗത്തിലാണ് യഥാർത്ഥ മഹത്വം എന്നതാണ്. പിടിച്ചു വയ്ക്കുന്നതിലല്ല, നൽകുന്നതിലാണ് അനുഗ്രഹം എന്നതാണ്. ജീവൻ രക്ഷിക്കാൻ മാത്രമല്ല, ജീവൻ നൽകാനാണ് നമ്മെ വിളിച്ച് ഇരിക്കുന്നത്. ത്യാഗമില്ലാതെ സ്നേഹമില്ല, സ്നേഹമില്ലാതെ രക്ഷയില്ല, ക്രൂശില്ലാതെ കിരീടമില്ല എന്ന സത്യങ്ങൾ നാം ജീവിതത്തിൽ സ്വീകരിക്കണം. പ്രിയരെ, നാം ധ്യാനിക്കുന്നതായ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, യേശുവിൻ്റെ മരണം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, അത് എൻ്റെ ജീവിതത്തിനുള്ള രക്ഷയാണ് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം, ഞാനും എൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി ത്യജിക്കുമോ എന്ന്. കാരണം ഒരു ഹൃദയം തകർന്നാൽ പല ഹൃദയങ്ങൾ സുഖപ്പെടും. ഒരു ബലി നൽകിയാൽ അനേകം ജീവിതങ്ങൾ മാറും. എൻ്റെ ജീവിതവും ഒരു ബലിയായി തീരുവാൻ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വാർത്ഥതയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകി മറ്റുള്ളവർക്കായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രൂശിൻ്റെ വഴിയിൽ നടക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.